താങ്ക് യു. നമസ്കാരം. എനിക്കൊന്ന് ഇന്നലെ കുറേ ആൾക്കാർ നമ്മൾ സംസാരിക്കുന്നത് കേട്ടാണ്. ഇന്നലത്തെ വൈകുന്നേരത്തെ സെഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഒന്ന് കൈവെക്കോ? ഉണ്ടായിരുന്നു. ഓക്കെ. മിക്ക ആൾക്കാരും എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് തോന്നുന്നുണ്ട്. എനിക്ക് ഈ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ അത്ര ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ സെയിൽസിലുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അബൌട്ട് ആർജിനെ പറ്റി പറയുകയാണെങ്കിൽ 1940 എൻ്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്തൊരു പ്രസ്ഥാനമാണ് ആർജി. വളരെ ചെറിയ രീതിയിൽ കോഴിക്കോട് വെല്ലിയങ്ങാടിയിൽ ചെറിയ രീതിയിൽ എള്ളെണ്ണ ആട്ടി തുടങ്ങി. എൻ്റെ അച്ഛൻ ആർജി രമേശ് വളരെ ചെറിയ വയസ്സിൽ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ബിസിനസ് ചെയ്ത് അവർ മെയിൻലി ഫോക്കസ് ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിലായിരുന്നു. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ റീറ്റെയിലിംഗ് സെഗ്മെൻറ്റിന് മാതിരി അത്ര ടെൻഷനുള്ള കാര്യങ്ങളല്ല. ബൾക്കായിട്ട് ലൈക്ക് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കോട്ടക്കൽ അരുവശാല, ശ്രീധരീയം, ധന്വന്തരി, അങ്ങനെ വലിയ വലിയ ആയുർവേദ മാനുഫാക്ചേഴ്സിന് സപ്ലൈ ചെയ്യുന്നതായിരുന്നു നമ്മുടെ മെയിൻ ബിസിനസ്. നമ്മുടെ ഏറ്റവും റവന്യൂ ജനറേറ്റിംഗ് ബിസിനസ്സും അത് തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ വൺ ഓഫ് ദ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ബിസിനസ്. അങ്ങനെ എൻ്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ വന്നു. അപ്പം എൻ്റെ ഫാദറിൻ്റെ ബ്രദറും ചേർന്നിട്ടായിരുന്നു ആ ബിസിനസ്. അപ്പം ഞാൻ അവിടെ വന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഉണ്ട്. ആ മാറുന്ന സമയത്ത് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് അത് സപ്പോർട്ട് ചെയ്തില്ലേ നമുക്കൊരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലക്കിലി എൻ്റെ ഫാദർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി ഹൈടെക് ആക്കണം, കുറച്ചും കൂടി ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു, നിൻ്റെ പണി 10 മണിയാകുമ്പം വെല്ലിയങ്ങാടി നമ്മളെ മില്ലിൽ വരിക, അവിടെ നമുക്ക് ഷീറ്റ് എഴുതാനുണ്ടാവും. അതായത് എണ്ണക്ക് വന്നു കഴിഞ്ഞാൽ 1 ടിൻ എണ്ണ, 10 കിലോ പിണ്ണാക്ക്, ഈ ഷീറ്റ് എഴുതുക, ഇതാണ് നിൻ്റെ പണി. ഉച്ചയ്ക്ക് ബോംബെ ഹോട്ടലിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കുക, വൈകുന്നേരം പോകുമ്പോൾ 100-200 രൂപ എടുത്ത് വീട്ടിൽ പോയിക്കോളുക. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര വിഷമം തോന്നിയ സാധനം. പക്ഷേ എനിക്ക് ഫയർ ഉണ്ടാക്കിയൊരു സാധനം എൻ്റെ ഫാദറിൻ്റെ ബ്രദർ അത് പറഞ്ഞതായിരുന്നു. പുള്ളി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു ഇൻസൾട്ട് ഫീൽ ചെയ്യുന്നു. ചില ഇൻസൾട്ടുകളിൽ നിന്നാണ് നമ്മൾ ഗ്രോ ചെയ്യുക. അപ്പം ഞാൻ വേണ്ട, എനിക്ക് ബിസിനസ് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ദുബായിൽ ജോലിക്ക് പോയി. ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തു. ഒരു 5 വർഷം എബ്രോഡ് വർക്ക് ചെയ്ത സമയത്ത് അച്ഛന് മനസ്സിലായി ഞാൻ തിരിച്ച് വരില്ല, ഞാൻ ജോലിയായിട്ട് പോകുന്നു. അങ്ങനെ അച്ഛനോട് പറഞ്ഞു, കം ബാക്ക്, നിനക്ക് എന്താ വേണ്ട, നിൻ്റെ രീതിയിൽ ബിസിനസ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ റീറ്റെയിലിങ്ങിലേക്ക് വരുന്നത്. പക്ഷേ ഏറ്റവും എനിക്ക് ചലഞ്ചിങ് ആയത് നല്ല രീതിയിൽ പോകുന്നൊരു ബിസിനസ്, നല്ല റവന്യൂ ജനറേറ്റിംഗ് ബിസിനസ്, എൻറ്റയർ സ്റ്റീരിയോ ടൈപ്പ് ബിസിനസ് ഞാൻ മാറ്റാമെന്ന് പറഞ്ഞ സമയത്ത് എന്തിനു മാറ്റണോ, ഇത് കണ്ടിന്യൂ ചെയ്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നിൽ എൻ്റെ ഫാദറും മദറും കാണിച്ച ട്രസ്റ്റാണ് എനിക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ വന്നത്. അങ്ങനെ നമ്മൾ നല്ല ബോട്ടിൽ ഡിസൈൻ ചെയ്തു, മാർക്കറ്റിൽ ഇറക്കി. ലിറ്ററലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഇന്നലെ ഒരു പയ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ അപ്കമിങ് ബ്രാൻഡുകൾ വളരാൻ എന്താ ചെയ്യാന്ന്. ഒന്നുമില്ല, ഹാർഡ് വർക്ക് തന്നെ. ഞാൻ കേരളത്തിൽ 2 മാസത്തോളം ഏകദേശം എല്ലാ കടകളിലും കയറി ഒരു പീസ് പോലും വിൽക്കാൻ പറ്റിയില്ല. അറ്റ് ലാസ്റ്റ് ഞാൻ പാലക്കാട് വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. മേലാമുറി മാർക്കറ്റിൽ ഒരു കട നടത്തുന്ന ആളാണ്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, ഞാൻ 2 മാസമായിട്ട് എനിക്കൊരു പീസ് പോലും വിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ കഷ്ടപ്പെടണ്ട, എനിക്ക് എണ്ണക്കച്ചവടമൊന്നും ഇല്ല, പക്ഷേ എൻ്റെ കടയിൽ നിങ്ങൾ 5 ടിൻ വെച്ചോളൂ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സെയിൽ. ഇന്ന് പാലക്കാട് മേലാമുറി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ആർജിക്കാണ്. അത് അന്ന് ആ ഒരാൾ എനിക്ക് കാണിച്ച സപ്പോർട്ടുണ്ട്. അതാണ് പലപ്പോഴും പുതിയ അപ്കമിങ് ബ്രാൻഡ്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം, അതിന്ന് കിട്ടുന്നൊരു ഫീലുണ്ട്. നമുക്കിപ്പം വളരെ സെലിബ്രിറ്റി ബ്രാൻഡുകൾ ഒരുപാടുണ്ട്, അവരെ കൂടെ നമ്മൾ നിൽക്കുമ്പം കിട്ടുന്നതിനേക്കാളും പഞ്ചാണ് ഒരു അപ്കമിങ് ബ്രാൻഡിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീലാണത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു വലിയ ബ്രാൻഡിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം, കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു ബ്രാൻഡിൻ്റെ വളർച്ചയുടെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സുഖമുള്ളൊരു ഫീലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അപ്കമിങ് ബ്രാൻഡ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലഹരിയാണത്. ഇവിടെ എത്ര ആൾക്കാർ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട ആൾക്കാരുണ്ട്? ഒന്ന് കൈവെക്കോ? കൈ ഫുള്ളായിട്ട് പൊന്തുന്നില്ലല്ലോ. ഞാൻ തിരിച്ചെന്തെങ്കിലും ചോദിക്കുന്നു പേടിച്ചിട്ടാണോ? പരാജയപ്പെട്ട എത്ര ആൾക്കാരുണ്ട്? ശരിക്കും പൊക്കോ, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ.
എത്ര ബിസിനസ്? 3 ബിസിനസ് പൊളിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? 3 ബിസിനസ് ആരുമില്ല. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് RG അഡ്വർടൈസേഴ്സ് തുടങ്ങി. 8 നില പൊട്ടി. തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RGൻ്റെ പരസ്യം 6 മാസം ചെയ്യാം, പിന്നെ എല്ലാ എൻ്റെ ഫ്രണ്ട്സും ഇവിടുത്തെ ലീഡിങ് ബ്രാൻഡ്സാണ്, അവരെ പരസ്യം എടുക്കാമെന്ന് വിചാരിച്ചു. അത് പൊട്ടി. ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, പുതിയ ബ്രാൻഡുകളെ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു കൺസൾട്ടൻസി ഫേം തുടങ്ങി, അതും പൊട്ടി. പിന്നെ ഞങ്ങൾ മെറൈൻസ് സ്റ്റാർട്ട് ചെയ്തു, RG മെറൈൻസ്. എൻ്റെ അമ്മേൻ്റെ ഫാമിലി കുറേ ബോട്ട്, ഫിഷിംഗ് ബോട്ടും ഉരു ഉണ്ടാക്കുന്നൊക്കെയാണ്. മെറൈൻസ് തുടങ്ങി, അതും പൊട്ടി. പക്ഷെ ഇതൊന്ന് മനസ്സിലായതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയുന്ന പണിയെടുക്കുക. പിന്നെ ഞാൻ ചൈനയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് ചൈനയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പിൽ ചൈനയിൽ ബിസിനസ് ചെയ്തു. ആകെ അതിൽ കിട്ടിയ ബെനിഫിറ്റ്, ഞാനൊരു 3-4 തവണ ചൈനയിൽ പോയി എന്നല്ലാതെ ₹1 ബെനിഫിറ്റ് കിട്ടിയില്ല. അതിൽ വലിയ പൈസ ഒന്നും പോയിട്ടില്ല. നമ്മൾ അറിയുന്ന പണി വൃത്തിയിൽ ചെയ്യാം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഒരാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന നമ്മൾ കാണും, അപ്പം നമ്മൾ അതിലേക്ക് ഷെയർ കൊണ്ടിടും. അത് പൈസ ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പം ബെറ്റർ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ അറിയുന്ന പണി ചെയ്യാം. പിന്നെ ഈ ഫെയിലിയേഴ്സ് ആയ ആൾക്കാരോട് സംസാരിക്കാം. അവിടെ ആരെയും ചെയ്തിട്ടുണ്ടോ? ഫെയിലിയേഴ്സ് ആയുള്ള ആരെങ്കിലോട് സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് പൊളിഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇൻട്രാക്റ്റീവ് അല്ലല്ലോ. ചോദിച്ചാരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ എക്സ്പോർട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ വലിയൊരു ബ്രാൻഡ് പണ്ടുണ്ടായിരുന്നതാണ്, പ്യൂർലി എക്സ്പോർട്ടറായിരുന്നു. പുള്ളി എക്സ്പോർട്ട് ചെയ്ത് പൊളിഞ്ഞ് പുള്ളീൻ്റെ ഫാക്ടറി ജപ്റ്റ് ചെയ്തു, എല്ലാം ചെയ്തു, ഇപ്പോൾ ഒന്നുമില്ല. പുള്ളീനോട് ഞാൻ ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ ഫെയിലിയേഴ്സ്? അന്ന് പുള്ളി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്നത്. കാരണം എന്ത് ചെയ്യരുത്, പുള്ളി അതിൽ ഫ്ലോപ്പ് ആവാനുള്ള കാരണം കോസ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലോ, നമ്മൾ ഫെയിലിയേഴ്സ്, സക്സസ് ഉള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സക്സസ് സ്റ്റോറി പറയും. സക്സസ് സ്റ്റോറി പറയുമ്പം 90% തള്ളായിരിക്കും. പക്ഷേ നിങ്ങൾ ഫെയിലിയർ ചോദിക്കുന്ന ആൾക്കാർ പറയുന്നത്, അവർ യഥാർത്ഥത്തിൽ അവർ പരാജയപ്പെട്ട സാധനമേ പറയുള്ളൂ. ചില ആൾക്കാർ പറയില്ല. സോ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ച് ചെയ്യാം. പിന്നെ അതിലുപരി നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. ഇപ്പം നമ്മളെ തേയില അല്ല ബ്രാൻഡിൻ്റെ പേര്, തേയില പ്രീമിയം ബ്രാൻഡിൻ്റെ പേര് എന്തായിരുന്നു ഇപ്പം ലോഞ്ച് ചെയ്തേ? തേയില പ്രീമിയത്തിൻ്റെ ആൾക്കാരോട് പോയി തേയില പ്രീമിയത്തിൻ്റെ ആൾക്കാരോട് കാര്യം പറഞ്ഞുതരാം. ഞാനൊരു 15 വർഷം മുന്നേ സെറ്റ് ചെയ്ത ഡ്രീമിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 15 വർഷം മുന്നേ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഒരു ഇൻ്റർനാഷണൽ ഫാക്ടറി ഉണ്ടാക്കാം. കാരണം നോർമലി എണ്ണ മില്ലുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഹൈജീനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു എണ്ണ മില്ല്, നിങ്ങളൊക്കെ വെളിച്ചെണ്ണ മില്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഒരു പ്രീമിയം ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യണം, കേരളം മുഴുവനും. ഞാൻ ചെറുതാകുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് RG എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ ടീച്ചേഴ്സൊക്കെ ചോദിക്കും RG എവിടെ കിട്ടും, ഞാൻ പറയും കോഴിക്കോട് വെല്യങ്ങാടിയിൽ MM പ്രസിൻ്റെ ബാക്കിൽ RG മില്ലിൽ കിട്ടുമെന്ന് പറയും. എൻ്റെ ഡ്രീം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും RG അവൈലബിൾ ആയിരിക്കണം. എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും അവൈലബിൾ ആയിരിക്കണം. അന്ന് എനിക്ക് നടക്കാത്ത സ്വപ്നമായിരുന്നു. പക്ഷെ ഇന്ന് കന്യാകുമാരി തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും 80,000 ഔട്ട്ലെറ്റ്സിൽ RGൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇനി RGൻ്റെ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് വരെ 10 മിനിറ്റിനുള്ളിൽ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള നെറ്റ്വർക്ക് ഉണ്ട്. ആ ഡ്രീം അന്ന് എനിക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഡ്രീമായിരുന്നു. പക്ഷേ ഡ്രീം എത്തിയതിന് ശേഷം ഞാൻ നിർത്തിയിട്ടില്ല. അടുത്ത 15 വർഷത്തെ ഡ്രീം നമ്മൾ സെറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സെറ്റ് എ ഡ്രീം ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം, 5 വർഷത്തിനുള്ളിൽ ഇത്ര സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ലിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത്ര ജില്ലകൾ ഞാൻ കവർ ചെയ്യും. യൂട്യൂബിൽ എൻ്റെ ഒരു പഴയ ഒരു ലോഞ്ചിൻ്റെ വീഡിയോ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാനതിൽ ഇറങ്ങി ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് കേൾക്കും. ഞാൻ അതിൽ ഭയങ്കര അഭിമാനത്തോടെ പറയുന്നുണ്ട്, കേരളത്തിൽ 3 ജില്ലകളിൽ RG അവൈലബിൾ ആണ്, 12ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, 1500ഓളം കടകളുണ്ട് എന്ന്. ഇപ്പം അത് എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഫണ്ണിയായിട്ട് തോന്നും. പക്ഷെ അന്ന് എനിക്കത് ഭയങ്കര വലിയ കാര്യമായിരുന്നു. സോ സെറ്റ് എ ഡ്രീം സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഓസ്ട്രേലിയ മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഓസ്ട്രേലിയയിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഞാൻ പോയിട്ട് ആ ഷെൽഫിൽ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രൊഡക്റ്റ് എവിടെയും ഇല്ല, പക്ഷേ ഷെൽഫിൻ്റെ മുന്നേ പോയി ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, എൻ്റെ എണ്ണ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, എൻ്റെ അരി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും.
സോ അത് വിഷ്വലൈസ് ചെയ്യും. ഈ 15-ാം തീയതി എൻ്റെ കണ്ടെയ്നർ കയറുന്നുണ്ട്, അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തതും റിയൽ ഇമേജും എങ്ങനെയാണെന്ന് കാണും. അപ്പം കിട്ടുന്നൊരു ഫീലാണ്. നമ്മളെപ്പോഴും എല്ലാ ബിസിനസ് എന്നല്ല, എൻ്റെ എന്ത് കാര്യങ്ങളും ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഈ സെൻറ്ററിൽ ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് സംസാരിച്ചത് ഞാൻ ഇന്നലെ വിഷ്വലൈസ് ചെയ്ത കാര്യമാണ്. കാരണം ഇന്നലെ ആയിരുന്നു എൻ്റെ സെഷൻ, പക്ഷേ ടൈം ഇതായതുകൊണ്ട് നമ്മളെല്ലാ സാധനങ്ങളും വിഷ്വലൈസ് ചെയ്ത് ചെയ്യുമ്പം അത് റിയാലിറ്റിയിലേക്ക് വരുമ്പം നമുക്കൊരു ഹാപ്പിനെസ് വരും. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം വിഷ്വലൈസ് ചെയ്തിട്ട് ചെയ്യാം. നോർമലി ഞാൻ ഇങ്ങനത്തെ സെഷനിൽ പോകുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോകാറുണ്ട്. പക്ഷേ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ ഇവിടെ നേരത്തെ ഇരുന്ന സമയത്താണ് കുറച്ച് ടൈപ്പ് ചെയ്തത്. കാരണം എനിക്ക് കൂടുതൽ ഇൻട്രാക്റ്റീവ് സെഷൻസിനാണ് കൂടുതൽ താല്പര്യം. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പകുതി ആൾക്കാർ തലയിലും അത് കയറുന്നുണ്ടാവില്ല. മൈക്ക് ഉണ്ടോ? ഇതിൽ ആർജിൻ്റെ പ്രോഡക്റ്റ് ഇന്നവരെ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആർജിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ആർജിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്തില്ല. കാലിക്കറ്റ് ആണോ സ്ഥലം? എവിടെയാ സ്ഥലം എവിടെയാണ്? കാലിക്കറ്റ് ആണ്. ആർജിൻ്റെ പ്രോഡക്റ്റ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. കാരണം ഞാൻ നാട്ടിലില്ല, അതുകൊണ്ട്. എവിടെയാണ്? ഞാൻ ഖത്തറിലാണ്. ഖത്തറിൽ ഫാമിലി ഫുഡ് സെന്റർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ. ഖത്തറിൽ ആർജി കിട്ടും. ഖത്തർ 30ഓളം രാജ്യങ്ങളിൽ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ട്. നല്ലെണ്ണ യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. പ്രോഡക്റ്റിന്റെ ആർജി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, സോറി. പക്ഷെ അത് സാധനം ഞാൻ പേര് ഓർമ്മിക്കാത്തത് കൊണ്ടാണ്. ഇനി മറക്കില്ല, ഉറപ്പല്ലേ? ഇപ്പം എൻ്റെ ഫാദറിന് 70 വയസ്സായി. ഇപ്പോഴും എൻ്റെ ചേട്ടനാണോ എന്ന് എല്ലാവരും ചോദിക്കും അച്ഛനോട്. അച്ഛൻ്റെ അഹങ്കാരമാണത്. കാരണം അച്ഛൻ ഡെയിലി നല്ലെണ്ണ ആർജി തേച്ച് കുളിക്കും. എൻ്റെ ഫാദറിനെ മാതിരി സുന്ദരനാണെങ്കിൽ ഡെയിലി ആർജി എല്ലാം തേച്ച് കുളിച്ചാൽ മതി. ദൈവം ഇനി അടുത്ത 2 മാസത്തേക്ക് എനിക്കുള്ളതായി അച്ഛൻ്റെ കയ്യിൽ നിന്ന്. ആർജി എണ്ണ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ഫ്രീ ആയിട്ട് കൊടുക്കില്ല. നമ്മൾ വേറൊരു കാര്യം, ഒരു കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും പറയാനുള്ളത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം. ഇപ്പം ചോദിച്ച നല്ലൊരു ചോദ്യം, ഫ്രീ ആയിട്ട് തരുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്ലിയർ. സോ നമ്മുടെ മെസ്സേജസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. പറ്റാത്ത സാധനം പറ്റില്ല എന്ന് പറയണം. പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തു അത് ചെയ്തോളണം. ഓക്കെ. അപ്പം എന്തെങ്കിലും ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. നമുക്ക് അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആണ്. എവിടെയാണ് ചോദ്യം? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നമുക്ക് ഒരു സമയം കിട്ടുമ്പോൾ നമ്മൾ നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ ടൈം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ചോദ്യമുണ്ടായിരുന്നു, അത് ചോദിക്കാൻ പറ്റിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഹലോ, എനിക്ക് ഒരു റിയാലിറ്റി ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ എള്ളെണ്ണയാണല്ലോ സാധാരണ ഈ നല്ലെണ്ണ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണ എള്ളിന് ഒരു 300 മുകളിൽ വില ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ എള്ള് ആട്ടിയിട്ട് എങ്ങനെയാണ് 220 കൊടുക്കാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ചോദ്യം. വെരി ഗുഡ്. ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോവാ. കാരണം ഡെയിലി ഒരു ചുരുങ്ങിയത് 5-10 തവണ കേൾക്കുന്നൊരു ചോദ്യം. ഞാൻ കാര്യം പറയാം. നമ്മൾ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഐറ്റം, ഇപ്പോൾ അരി സാധനങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ ഈ എള്ളൊന്നും അത്ര ഫാസ്റ്റ് മൂവിങ് ഐറ്റം അല്ല. ഇപ്പം എള്ളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ എള്ള് കിട്ടുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോൾസെയിലറുടെ കയ്യിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു വെല്ലിങ്ങാടിയിലൊരു കടകളിൽ നിന്നായിരിക്കും. അവരൊരു ചാക്ക് എള്ള് എടുത്തു കഴിഞ്ഞാൽ ഇത് അവർക്ക് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടേ വിൽക്കാൻ പറ്റുള്ളൂ. സോ അതിൽ അവർ ഹൈ മാർജിൻ എടുക്കുന്നുണ്ട്. ഞാൻ കേരളത്തിൽ 2017 സുനിൽകുമാർ കൃഷിമന്ത്രിയായ സമയത്ത് എൻ്റെ അടുത്ത് ഒരു എക്സിബിഷനിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ എള്ള് എവിടുന്നാണ് എടുക്കുന്നത്? ഞാൻ പറഞ്ഞു, കേരളവും കാശ്മീരും ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ എള്ള് എടുക്കുന്നുണ്ട്. കേരളത്തിൽ എള്ളുണ്ട്, കൃഷി ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ കൃഷിമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇവിടെ കൃഷിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച ഓപ്പൺ ചലഞ്ച്, കേരളത്തിൽ എത്ര എള്ള് കൃഷി ചെയ്ത് കഴിഞ്ഞാലും 100% ഇന്ത്യൻ മാർക്കറ്റ് റേറ്റിൻ്റെ ഡബിൾ റേറ്റ് കൊടുത്തിട്ട് ആർജി എടുത്തോളാം. ഇന്ത്യൻ മാർക്കറ്റ് റേറ്റിൻ്റെ ഡബിൾ റേറ്റ് കൊടുത്ത് ആർജി എടുത്തോളാം. അങ്ങനെ ഞങ്ങൾ ഓണാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് 50,000 ഹെക്ടറിൽ എള്ള് കൃഷി ചെയ്തു. 50,000 ഹെക്ടർ.
50,000 ഹെക്ടറിൽ എള്ള് കൃഷി ചെയ്ത് 100% എള്ളും നമ്മൾ മേടിച്ചു. 100%. ആ സമയത്ത് എല്ലാ മീഡിയയിലും വന്ന സാധനമാണ്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇവിടുത്തെ മീഡിയക്ക് താല്പര്യമില്ല. കാരണം അത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം അതെടുത്താൽ എനിക്ക് ഒരിക്കലും വയബിൾ ആവില്ല. പക്ഷേ എൻ്റെ ടോട്ടൽ ടേൺ ഓവറിൽ ഒരു 50,000 ഹെക്ടർ എള്ള് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ചെയ്യുമ്പോൾ അത്ര പെർസെൻറ്റേജ് വരില്ല. ആ ഇന്ത്യൻ മാർക്കറ്റ്, ഇത് 2017 കേട്ടോ, ആ ഇന്ത്യൻ മാർക്കറ്റ് റേറ്റിൻ്റെ ഡബിൾ റേറ്റ് കൊടുത്ത് ഞാൻ എടുത്തത് 110 രൂപക്കാണ് എൻ്റെ പർച്ചേസ് കോസ്റ്റ്. ശ്രദ്ധിക്കണേ, നിങ്ങൾ 1 കിലോ 2 കിലോ അല്ലെങ്കിൽ 100 ഗ്രാം എടുക്കുമ്പോൾ 350 രൂപ ഉള്ള സാധനം ഞങ്ങൾ എടുക്കുക 30 ടണ്ണ് 40 ടണ്ണിൻ്റെ ടോറസാണ്. ഈ 40 ടൺ ടോറസ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ വർഷവും എൻ്റെ ഫാദറും മദറും കൽക്കട്ട, മൈസൂർ, ഈറോഡ്, ഗുജറാത്ത് എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യുന്നതിൻ്റെ മുന്നേ പോയി കഴിഞ്ഞാൽ പണ്ടോട്ടേ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ഫാമേഴ്സ് ഉണ്ട്. ഇവരോട് നമ്മൾ പറയും, ഓക്കെ 5 ലക്ഷം ഹെക്ടർ, 50,000 ഹെക്ടർ, 1 ലക്ഷം ഹെക്ടർ, ഇത് നമ്മൾ കച്ചവടമാക്കും. കൃഷീൻ്റെ മുന്നേ തന്നെ നമ്മൾ കച്ചവടമാക്കും. അപ്പം നമ്മളൊരു ഫിക്സഡ് റേറ്റ് സെറ്റ് ചെയ്യും. അത് മാർക്കറ്റ് അപ്പ് പോയാലും ഡൗൺ പോയാലും ആ സാധനം നമ്മൾ എടുക്കുന്ന കർഷകർക്കും ഗ്യാരണ്ടിയാണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതായിട്ട് ഒരു 10 കിലോ 100 കിലോ ആയിട്ട് വിൽക്കണ്ട, അവരുടെ എൻറ്റയർ ക്രോപ്പ് നമ്മളെടുക്കും. അത് ക്രോപ്പ് നന്നായാലും എടുക്കും, മോശമായി കഴിഞ്ഞാൽ അവർക്ക് പോവത്. കേട്ടില്ല? അല്ലാതെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ബൾക്കായി എടുക്കുന്ന സമയത്ത് നമുക്കുള്ള റേറ്റ് ഇതാണ്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 40% എള്ള്, ഇപ്പോൾ ഒരു 100 കിലോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 40% എണ്ണ നമുക്ക് അതിൽ കിട്ടും. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എള്ളും പിണ്ണാക്കാണ്. ഇതിന് കോമ്പറ്റീഷൻ ഇല്ല കേരളത്തിൽ. കാരണം ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എത്ര ടൺ എള്ളു പിണ്ണാക്ക് വേണമെന്ന് കഴിഞ്ഞാൽ RGയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എണ്ണക്ക് സ്കീം ചോദിക്കും, ഡിസ്കൗണ്ട് ചോദിച്ചാൽ ഞാൻ തരും, സ്കീം തരും, എല്ലാം തരും. പിണ്ണാക്കിന് ഞാൻ 1 രൂപ ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കില്ല. ബിക്കോസ് വേറെ ആരും ചെയ്യുന്നില്ല, നമുക്ക് മോണോപ്പൊളിയാണ്. വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അതിന് വില കുറച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ രണ്ടുപേരും എണ്ണ ബിസിനസ് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ എള്ളും പിണ്ണാക്കുണ്ട്, നിങ്ങളുടെ കയ്യിൽ എള്ളും പിണ്ണാക്കില്ല, പിന്നെ ഞാൻ എന്തിനു ഡിസ്കൗണ്ട് കൊടുക്കണം? പക്ഷെ നിങ്ങളുടെ കയ്യിൽ എള്ളും പിണ്ണാക്ക് ഉണ്ടെങ്കിൽ ഞാൻ കോമ്പറ്റീഷൻ വരും. സോ ഈ കാര്യത്തിൽ എനിക്ക് കേരളത്തിൽ മോണോപ്പൊളി ഉള്ളത് കൊണ്ട് തന്നെ എള്ളും പിണ്ണാക്കിൻ്റെ മുകളിൽ നമ്മൾ പറയുന്ന റേറ്റ് കൊടുക്കും. ഇപ്പം ഞാൻ സ്കീം ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എള്ളും പിണ്ണാക്കിൻ്റെ മുകളിൽ 1 രൂപ 2 രൂപ കൂട്ടും. അതാണ് ഞാൻ ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ സ്കീം കൊടുക്കുന്നത്. കേട്ടില്ല? മഴക്കാലത്ത് മാത്രം പ്രശ്നം വരും, മഴക്കാലത്ത് പൂപ്പൽ വരുന്ന പ്രശ്നം വരും. സോ അതിന് നമ്മൾ എക്സ്ട്രാ പ്ലാസ്റ്റിക് ബാഗ് ഇടും. നമ്മൾ അതത് ദിവസത്തെ പ്രൊഡക്ഷൻ പോകും. ഞങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എള്ളും പിണ്ണാക്ക് വിൽക്കുന്നത് ട്രിവാൻഡ്രം ചാല മാർക്കറ്റിലാണ്, പിന്നെ തിരൂർ മാർക്കറ്റിലാണ്. ഈ 2 സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്നത്. കേരളത്തിൽ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സൂക്ഷിക്കുന്ന മാതിരി ഇരിക്കും. നമ്മൾ നല്ല സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല. നമ്മൾ ഈർപ്പം തട്ടുന്ന സ്ഥലം വന്നു കഴിഞ്ഞാൽ പൂപ്പൽ വരും. പക്ഷെ അത് വരില്ല, കാരണം ഫാസ്റ്റ് മൂവിങ് ആണ്. കാരണം വേറെ എള്ളും പിണ്ണാക്ക് കേരളത്തിൽ വളരെ കുറവാണ്, കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ ഈ 300 രൂപക്ക് എള്ള് വാങ്ങിയിട്ട് എങ്ങനെ ഈ വിലക്ക് വിൽക്കുന്നത് വെച്ചാൽ, 300 രൂപക്ക് കസ്റ്റമറിന് 300 രൂപക്കാണ് കിട്ടുന്നത്. നമ്മൾ ഡയറക്റ്റ് ഫാമേഴ്സിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ റേറ്റിന് കിട്ടുന്നത്, ബെസ്റ്റ് റേറ്റിന് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? താങ്ക് യു. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഒരു ഫാമിലി ബിസിനസ്സിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ RG നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് സ്ട്രക്ചർ ചെയ്ത് വെച്ചത് കമ്പനി? ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഫാമിലി റൺ ബിസിനസ്, എൻ്റെ ഫാദർ, മദർ, ഞാൻ, വൈഫ് എല്ലാവരും ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. ഞങ്ങൾ ഓരോ സെഗ്മെൻറ്റ് ഓരോ ആൾക്കാർക്ക് വെച്ചിട്ടുണ്ട്. ഫാദർ ഫിനാൻസ് സൈഡ് ഫാദർ നോക്കുന്നു, പർച്ചേസ് സൈഡ് അച്ഛൻ നോക്കുന്നു, അമ്മ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, സ്റ്റാഫ് വെൽഫെയർ, പ്രൊഡക്ഷൻ സൈഡ്, ഞാൻ സെയിൽസ്, മാർക്കറ്റിംഗ്, ഇൻ്റർനാഷണൽ ബിസിനസ് സാധനങ്ങൾ. ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഫിയർ ചെയ്യില്ല. ഇപ്പം അച്ഛൻ ചിലപ്പം പറയും, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവന് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്ക്, പറയില്ല. ആരും വന്നു കഴിഞ്ഞാൽ അച്ഛൻ പറയും വിഷ്ണുവോട് ചോദിച്ചോ എന്ന് പറയും. ഇനി ആർക്കെങ്കിലും എനിക്ക് പേയ്മെൻറ്റ് കൊടുക്കാണ്ടെങ്കിലോ ഞാൻ നേരിട്ട് ഫിനാൻസിൽ വിളിച്ച് ഞാൻ പറയില്ല. അതൊരു ഒരു ബേസിക് സ്പേസ് ആണ്. അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന ആരാണ് അവരോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അതൊന്ന്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഫാമിലി റൺ ബിസിനസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈഗോ ആണ്. ഇതെല്ലാ സ്ഥലത്തും വരും.
അത് പ്രത്യേകിച്ച് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാകുമ്പോഴും യങ്സ്റ്റേഴ്സ് വരുമ്പോൾ ഒക്കെ പ്രശ്നം ഉണ്ടാവും. ഞാനും അച്ഛനൊക്കെ എപ്പോഴും അടി എന്ന് പറഞ്ഞാൽ, ഞാനും അച്ഛനും ഏറ്റവും കൂടുതൽ അടി കൂടുകയെന്ന് വെച്ചാൽ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അച്ഛന് ദേഷ്യമാണ്. ഞാൻ കഴിയുന്നത് ഞാൻ ഫോൺ എടുക്കില്ല. ഞാനൊരു മീറ്റിങ്സിൽ ഇപ്പം ഇത്രയും നേരം എൻ്റെ ഫോൺ സൈലൻറ്റിലായിരിക്കും, ഞാൻ എടുക്കില്ല. ഞാനൊരു മീറ്റിങ്സിലിരിക്കും ഫോൺ എടുക്കില്ല. അച്ഛൻ ഏറ്റവും ദേഷ്യമുള്ള സാധനമാണ്. അപ്പം ആ അടികളുണ്ടാവും. അപ്പോൾ അത് ആ ഒരു സ്പേസ് അത് നമ്മൾ നീട്ടിക്കൊണ്ടുവരുത്. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വീട്ടിലിരിക്കും. ഞാൻ, അച്ഛൻ, അമ്മ, വൈഫും കാര്യങ്ങളും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു അരമണിക്കൂർ ഞങ്ങൾ കച്ചവടം സംസാരിക്കും. ഈ കച്ചവടം പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാനും അച്ഛനും അടിയാവും. പിന്നെ അമ്മയാണ് അതിൻ്റെ അകത്ത് വെള്ളക്കൊടിയായിട്ട് വരിക. പക്ഷേ എനിക്ക് പറയാനുള്ള ഫീലിങ്സ് എക്സാക്ട്ലി ഞാൻ പറയും. അച്ഛൻ പറയാനുള്ളത്, അച്ഛന് വെച്ചാൽ പേയ്മെൻറ്റുകൾ കൊടുക്കാനുള്ളത് അച്ഛൻ പറയേണ്ടി വരും. ഞാൻ പറയും അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് ഇന്ന സാധനങ്ങൾ ചെയ്യണം. എൻ്റെ വേഷം കഴിഞ്ഞു, കാരണം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലല്ലോ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പം റീസെൻ്റ്ലി അച്ഛൻ പറയുന്നുണ്ട് ഫിനാൻസ് സൈഡും കൂടി എനിക്ക് ഏൽപ്പിച്ചു തരാമെന്ന്. അപ്പം ആ ഒരു സ്പേസ് ഞങ്ങൾ കൊടുക്കും. ആ അരമണിക്കൂർ കച്ചവടം സംസാരിച്ചതിന് ശേഷം ഞങ്ങളൊരു 15 മിനിറ്റ് ഞങ്ങൾ തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. ഞങ്ങൾക്കൊക്കെ കുറേ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളോട് ഓരോരുത്തരോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. ഇവരൊക്കെ വിചാരം ഞാൻ വിഷ്ണു സാറിൻ്റെ ആളാണ്, ഞാൻ രമേശ് സാറിൻ്റെ ആളാണ്, ഞാൻ അംബിക മാഡത്തിൻ്റെ ആളാണ്. ഇതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യും. വൈകുന്നേരം ഇതൊക്കെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ആ ഒരു സ്പേസ് അവിടെയാണ് നമുക്ക് പാളുക. നമ്മളെ ബട്ടർ ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുണ്ട്. എൻ്റെ സ്റ്റാഫൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തമായിട്ടുള്ള 2 ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാനേജ്മെൻറ്റിനെ ബട്ടർ ചെയ്യുകയാണ്. ഒന്നുമില്ല കേട്ടോ, ഞാൻ തമാശ പറയാം, അവർ നല്ല ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് പുകഴ്ത്തി പറയാനും നല്ലത് പറയാനും ആൾക്കാരുണ്ടാവും. പക്ഷേ അത് നമ്മൾ എടുത്ത് ഫിൽട്ടർ ചെയ്തിട്ട് അടുത്തേക്ക് വരിക. അപ്പം ഞാൻ ഇന്നലെ അടുത്ത ജനറേഷൻ എങ്ങനെ കൊണ്ടുവന്നു എൻ്റെ മക്കൾ, ഞാൻ ഇന്നലെ എൻ്റെ മോളെ സെഷനിൽ ഞാൻ കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോകേണ്ടി വന്നതാണ്. എൻ്റെ മക്കളെ ഞാൻ ഇപ്പോഴേ ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. എൻ്റെ ഓൾ കേരള സെയിൽസ് മീറ്റിങ്ങിന് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവരും. എൻ്റെ ഓൾ കേരള സെയിൽസ് മീറ്റിംഗ് ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കും. എല്ലാ സെയിൽസ് മീറ്റിങ്ങിലും എൻ്റെ എല്ലാ സ്റ്റാഫിനോടും ഞാൻ 1-to-1 സെഷൻ ഉണ്ടാവും. വേറെ ആരും ഇരിക്കില്ല, ഞാൻ മാത്രമേ ഇരിക്കും. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരിയ്ക്കും, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം ഇരുന്ന് കച്ചവടം ഒന്നും സംസാരിക്കില്ല. വരും, ഇരിക്കും, എന്തൊക്കെയുണ്ട്, സുഖമാണോ, വീട്ടിലാരൊക്കെ ഉണ്ട്, വീട്ടിൽ സുഖമാണോ, പേഴ്സണൽ 3 മിനിറ്റ് 3 to 4 minutes എല്ലാവരും പേഴ്സണൽ ബോണ്ടിങ്ങാണ്. ഇതിന് ഞാൻ എൻ്റെ മോളെ ഇരുത്താറുണ്ട്. മോളെ ഇരുത്തി കഴിഞ്ഞാൽ വൈകുന്നേരം അവൾ പറയും, അച്ഛാ ഇന്ന അങ്കിളില്ലേ, ആ അങ്കിളിന് കുറച്ച് വിനയം കുറച്ച് കൂടുതലാണ്, ആ അങ്കിൾ എങ്ങനെ ശരിക്കും പണിയെടുക്കുമോ. സോ അവർക്കും ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളെ കുട്ടികളെ ഇറക്കി വിടണം മുന്നോട്ട്. അവരെ ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളായിരുന്നു. ഭയങ്കര സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൈക്ക് പിടിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ടെൻഷനുള്ള സാധനം വേറെ ഇല്ലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് 2009 ഒരു വെൽക്കം നോട്ട് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് 26 തവണ രാത്രി എൻ്റെ ഹാളിൽ പോയിരുന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സാണ് അത് മാറ്റിയത്. എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെവിടെ പോയാലും കയറി സംസാരിപ്പിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ മടി മാറണം. നമ്മൾ ഇൻട്രോവേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആരും 10 രൂപ കൊണ്ടു തരില്ല. നമ്മൾ ഇറങ്ങി മുന്നോട്ട്, നമ്മൾ ഇന്നലെ ആരോ പറയുന്നുണ്ട് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന്. അത്രയേ ഉള്ളൂ. നമ്മൾ എനർജറ്റിക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കും. സോ നമ്മളെ കുട്ടികൾ, ഇപ്പം എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ പാരൻസ് എനിക്ക് തന്ന സപ്പോർട്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിനും നോ പറയില്ല എൻ്റെ പാരൻസ്. പക്ഷെ ഞാൻ ചിലപ്പോൾ നോ പറയുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ടെൻഷൻ. നോ പറയില്ല എന്നുള്ള വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? അതാണ് ചോദിച്ചത്. അടുത്ത ചോദ്യമല്ല, ഒരു അഭിപ്രായമാണ്. ഇപ്പോൾ താങ്കൾ ഈ എണ്ണ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ വെളിച്ചെണ്ണ, അതേപോലെ പാം ഓയിൽ, ഇതൊക്കെ ചെയ്യാനുള്ള പരിപാടികൾ ഉണ്ടോന്ന്? ഇല്ല. നമ്മൾ ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് ബിസിനസ്സുകൾ ഇവിടെ ഉണ്ട്. ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട്, ഇപ്പം വെളിച്ചെണ്ണ, പാം ഓയിൽ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. RG ഏത് പ്രോഡക്റ്റ് ഇറക്കുമ്പോഴും 100% ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇറക്കാൻ പറ്റുള്ളൂ, ഇറക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഗീ 10 വർഷം വേണ്ടി എനിക്ക് ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ മാനുഫാക്ചേഴ്സും എനിക്ക് സാമ്പിൾസ് തന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പോൾ പാം ഓയിലും വെളിച്ചെണ്ണയും ആണെങ്കിൽ ഇവിടെ അറിയുന്ന പല ആൾക്കാർക്കും അതിൻ്റെ അഡൾട്രേഷൻസും കാര്യങ്ങളും അറിയാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ വിളക്കെണ്ണക്ക് സെയിലുള്ളൊരു മാർക്കറ്റാണ് അത്. ഏറ്റവും കൂടുതൽ ഞാൻ നാളെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് എനിക്ക് മാസം 3.5 കോടി to 4 കോടി രൂപയുടെ സെയിൽ ഇപ്പം എനിക്കുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യില്ല, കാരണം ഞാനൊരു വിശ്വാസിയാണ്.
അതായത് അമ്പലങ്ങളിൽ ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ട് ഈ മീൻ പൊരിച്ചതും വട പൊരിച്ചതും എണ്ണകൾ ഹോട്ടലിലുള്ള ആൾക്കാരെന്നെ ചോദിച്ചാൽ മതി. ഈ ഹോട്ടൽ വേസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത് വിളക്കെണ്ണക്കും സോപ്പ് ഉണ്ടാക്കാനുമാണ്. അപ്പോൾ അങ്ങനെ ഒരു അൺഎത്തിക്കൽ ബിസിനസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത്രയും കുറഞ്ഞ വിലക്ക് കൊടുക്കണമെങ്കിൽ അതേ കൊടുക്കാൻ കഴിയുള്ളൂ. അത്ര കൊടുക്കാൻ പറ്റില്ല. കമ്പനി അങ്ങനെ ചെയ്യും. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല, ഞങ്ങൾ ചെയ്യൂല. അതിൽ എത്ര റവന്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യില്ല. ഈ സൺഫ്ലവറിന്റെ കാര്യത്തെ പറ്റി ഒന്ന് താങ്കൾക്ക് അതിനെ പറ്റി അറിവുണ്ടോ? കാരണം അറിയില്ല. സാധാരണ ഒറിജിനലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം 500 രൂപയാകുന്ന പറയുന്നത്. പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ 100 രൂപയ്ക്കാണ് സൺഫ്ലവർ ഓയിൽ പോലെ കൊടുക്കുന്നത്. അല്ല, അതാണ് എനിക്കറിയില്ല, സൺഫ്ലവറിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. ചിലപ്പോൾ ഈ സൺഫ്ലവറിൻ്റെ ഫാക്ടറിയൊക്കെ ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ 300 രൂപക്ക് എള്ള് വാങ്ങിയിട്ട് എങ്ങനെ വിൽക്കുന്നു എന്ന്. നമുക്ക് ചക്കുണ്ട്, പഴയ റോട്ടറി ചക്ക്. ഈ ചക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 30 ചാക്ക് 40 ചാക്ക് എള്ളേ പോവുള്ളൂ. 2 സ്റ്റാഫ് വേണം. അതേ സമയത്ത് നമുക്ക് എക്സ്പില്ലർ ഉണ്ട്. നമ്മൾ എക്സ്പില്ലറിൽ ഏകദേശം 180 ചാക്ക്, 7 ചാക്കിന്ന് 180 ചാക്ക്, അതിന് ഒരാൾ മതി. സോ ഓപ്പറേഷൻ കോസ്റ്റ് ഹൈ ഔട്ട്പുട്ട് കിട്ടുന്നതിന് കുറവാണ്. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയും. പക്ഷേ ഈ സൺഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ഫാക്ടറീസാണ്. അപ്പം ഇവിടെ ഹൈലി ടെക്നോളജി ഉണ്ടാവും, വലിയ വലിയ പ്രൊഡക്ഷൻ ആയിരിക്കും. അപ്പം ചിലപ്പോൾ കൊടുക്കാൻ പറ്റുമായിരിക്കും. അത് ചെറിയ രീതിയിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. വലിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത്രയും വലിയ മാസ് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ടെക്നിക്കലായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഈ എണ്ണയിലൊക്കെ നമ്മൾ പ്രൈസ് മെക്കാനിസം ചെയ്യാറുണ്ടോ? പ്രൈസ് മെക്കാനിസം ഞാൻ ഇന്നലെ പറഞ്ഞു, എൻ്റെ കേരളത്തിലുള്ള കോമ്പറ്റീറ്ററെക്കാളും 30 രൂപ RGക്ക് വില കൂടുതലാണ്. അതാ ഞാൻ പറഞ്ഞത്, ചോദിക്കുന്നത് പ്രൈസ് മെക്കാനിസം ചെയ്യുന്നുണ്ടോ? പ്രൈസ് മെക്കാനിസം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഉണ്ടാക്കുന്ന എണ്ണയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വില ഞാൻ മാർക്കറ്റിൽ ഈടാക്കുന്നുണ്ട്. അപ്പം എനിക്ക് പ്രൈസ് സ്ലാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഒരിക്കലും പ്രൈസ് വാറിന് പോകില്ല. എല്ലാ ബ്രാൻഡിനും സംഭവിക്കുന്നത് കഴിഞ്ഞാൽ പ്രൈസ് വാറിന് പോകും. മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ, നിലനിൽക്കാൻ വേണ്ടി പ്രൈസ് വാറിന് പോകും. ഞാൻ പ്രൈസ് വാറിന് പോവില്ല. ആ കച്ചവടം എനിക്ക് വേണ്ട. ആദ്യകാലത്ത് താങ്കൾ തുടങ്ങുന്ന സമയത്ത് അത് ഫസ്റ്റ് ടൈം ഇത് നഷ്ടത്തിലായിരുന്നോ അല്ല ലാഭത്തിലായിരുന്നോ എന്നാ ഈ ബിഗിനിങ്ങിലുള്ള ടൈം എങ്ങനെയായിരുന്നു താങ്കൾക്കുണ്ടായ അനുഭവം എന്നാണ് ഞാൻ ചോദിച്ചത്. നഷ്ടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ 0% പ്രോഫിറ്റിലായിരുന്നു പോയി ചെയ്തിരുന്നത്. നഷ്ടത്തിലല്ല, 0% പ്രോഫിറ്റിലാണ്. പല കമ്പനിക്കാരങ്ങനെ ലാൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും അതൊക്കെ പറയും. ആരാ ചെയ്യാ? കൊടുക്കുന്നുണ്ട് നഷ്ടത്തിനും അതിനൊക്കെ കൊടുക്കുന്നുണ്ട്. എത്ര കാലം കൊടുക്കും? അല്ല, കുറഞ്ഞ കാലം കൊടുക്കും. അവർക്ക് പിടിച്ചു കിട്ടുക എന്ന രീതി വരെ കൊടുക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ആദ്യത്തെ 4 കൊല്ലം എനിക്ക് നഷ്ടത്തിലാണ് ഞാൻ കൊടുത്തത്. എനിക്ക് 1 രൂപ കിട്ടിയിട്ടില്ല, ഞാൻ അവിടെ എൻ്റെ സ്ഥലം വിറ്റിട്ടാന്നൊക്കെ പറയാം. പക്ഷെ ഒന്നുമില്ല. 10 ഉറുപ്പ്യ കയ്യിൽ നിന്ന് പോയിട്ട് ആരും കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 0 പ്രോഫിറ്റിൽ ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 4 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് ലോസ് ആയിട്ട് മറ്റു പ്രൊഡക്റ്റിൽ വേണമെങ്കിൽ 1 രൂപ കയറ്റിയിടും. അങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് 10 പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വെച്ചോളൂ. ആ 10 പ്രൊഡക്റ്റിൽ 2 പ്രൊഡക്റ്റ് പ്രൈസ് സ്ലാഷ് ചെയ്തിട്ട് ആ ലോസ് വന്ന എമൗണ്ട് ബാക്കിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ കയറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ 100% ലോസിൽ ചെയ്യില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം നെസ്റ്റോന് അവർ 500 കേസ് എണ്ണ എടുത്തു. അവരെടുത്ത വിലനേക്കാൾ 1 രൂപ താഴ്ത്തിയിട്ട് വിറ്റു. അവരെടുത്ത വിലനേക്കാളും 1 രൂപ താഴ്ത്തിയിട്ട് വിറ്റു. എനിക്ക് കേരളം മുഴുവൻ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് കോൾ, എനിക്ക് ലുലുവിന്നും റിലയൻസിൽ നിന്നൊക്കെ കോൾ വന്നു. ഞാൻ ബില്ല് കാണിച്ചു കൊടുത്തു. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നെസ്റ്റോൻ്റെ ആൾക്കാരെ വിളിച്ചു, നിങ്ങൾ എന്ത് പണി ചെയ്തത്? അല്ല, ആ ഓണത്തിനല്ല, എനിക്കൊന്ന് ദീപാവലി സമയത്ത് ഏറ്റവും കൂടുതൽ നല്ലെണ്ണക്ക് സെയിലുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലോസിൽ ഞങ്ങൾ വേറെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യും അത്. അതേമാതിരി ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ വേറെ നമ്മൾ മേക്കപ്പ് ചെയ്യും. അത് നഷ്ടത്തിലൊന്നും ഞാൻ ഇന്ന് അവരെ കൊടുത്തിട്ടില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഫാദർ എന്നെ പിടിച്ച് പുറത്താക്കും. മൈ പാരൻസ്. പേരൻസിന്റെ ഇൻസ്പിറേഷൻ ആണോ? അല്ലല്ല, അവർ എന്നിൽ കാണിക്കുന്ന വിശ്വാസമാണ്. നമുക്ക് ചില അഭിമാനം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ പറഞ്ഞൊരു സാധനം, ഞാൻ ഓസ്ട്രേലിയയിൽ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ ഓസ്ട്രേലിയയിൽ റീസെൻ്റ്ലി പോയപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഓസ്ട്രേലിയ പോകണം, കമ്പനിയിൽ നിന്ന് ഫണ്ട് വേണം, 10 ലക്ഷം രൂപയാണ് എക്സ്പെൻസ്. അച്ഛൻ പറഞ്ഞു തരില്ല. അപ്പോൾ നമ്മൾ പോയാൽ മതിയാവും.
പോയി. പിന്നെ എൻ്റെ ആവശ്യം എന്തായിരുന്നു, എങ്ങനെ എനിക്ക് കച്ചവടം കിട്ടണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് തന്നിരുന്നെങ്കിൽ ഞാൻ ഇത്ര എനർജിയിലൂടെ വർക്ക് ചെയ്യില്ലായിരുന്നു. അപ്പം നമുക്ക് ചില ഫയർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അവരെ പറയുന്നത് വെച്ചാൽ അവരെനിക്ക് തന്ന സപ്പോർട്ടാണ്. ഈവൻ അവരിപ്പോൾ എന്നോട് പറയാണ് ഡോണ്ട് ഡു ഇറ്റ്, ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എപ്പോഴും ഒരു ബ്രാൻഡിൽ നിൽക്കുന്ന സമയത്ത് ബ്രാൻഡിനൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഓക്കെ RG എന്ന പ്രസ്ഥാനം എന്നെ കൊണ്ടാണ് ഇത് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനിതൊന്ന് ഇറങ്ങിപ്പോയിട്ട് വേറൊരു എണ്ണ തുടങ്ങിയിട്ട് ഒരു VRG എന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വാങ്ങില്ല. ഒരിക്കലും നമ്മളാണ് ഇതിൻ്റെ എല്ലാം എന്ന് വിചാരിക്കരുത്. നമ്മളൊരു ബ്രാൻഡിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പം ആ ബ്രാൻഡാണ് എല്ലാം, അല്ലാതെ ഒരു വ്യക്തിയല്ല. ഒരിക്കലും വിഷ്ണു എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൂൾ. യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ RG രമേശും അംബിക രമേശുമാണ്. അവരെന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. നല്ല ബൂർഷ മുതലാളിമാരാ അല്ല അച്ഛാ? അച്ഛ ഒന്ന് ഒരു മിനിറ്റ്, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇല്ല, താങ്ക് യു. ഒരു മിനിറ്റ് അച്ഛൻ ഒന്ന് വരുമോ? പല തവണ അച്ഛനെ പറ്റി പറഞ്ഞിരുന്നു, ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഈ ഒരു ചടങ്ങിലെത്തി അദ്ദേഹത്തിന്റെ ഒരു 2 വാക്ക് കേൾക്കാൻ ഒരു ആഗ്രഹം നമുക്കുണ്ട്. പ്ലീസ്. നല്ലൊരു കയ്യടി. ഒരു എനർജി ഇല്ലല്ലോ. നല്ല അജ്മീൻ പുട്ടും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ എനർജി വരും. അതെ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കയ്യടിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. RG എന്ന ബ്രാൻഡിന്റെ അതിന്റെ ഉടയോൻ നമ്മുടെ കൂടെ ഇപ്പോൾ സ്റ്റേജിലുണ്ടെന്നുള്ളതാണ്. വളരെയേറെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇവൻ പറഞ്ഞത് കുറേയൊക്കെ ശരിയാണ്. ഫുള്ളായിട്ട് അങ്ങനെ നിങ്ങൾ കണക്ക് വിട്ടണ്ട. പിന്നെ ഇവൻ ഓസ്ട്രേലിയയിൽ പോകണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പണം കൊടുക്കില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഗതികേടിന് എന്തോന്ന് പറഞ്ഞ് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഞാൻ രക്ഷപ്പെട്ട് 4 കണ്ടെയ്നർ ഓർഡർ ഇട്ടില്ലേ? പിന്നെ അതിൻ്റെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ചിലവൊക്കെ നീ എടുത്തോന്ന് ഞാൻ പറയും ചെയ്തു. പിന്നെ അവന് ഹൈടെക്കാണ്, എല്ലാത്തിനും ഹൈടെക്കാണ്. നമുക്കൊക്കെ നമ്മളൊന്നും അങ്ങനെ വളർന്നതല്ലല്ലോ. ഇവൻ്റെ അച്ഛൻ പൈസക്കാരനാണെങ്കിലും എൻ്റെ അച്ഛൻ പൈസക്കാരനല്ലായിരുന്നു. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ആക്കിക്കണം. ആ കഷ്ടപ്പാട് ഇവനെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അറിയുന്നുണ്ട്. ഇപ്പം പൈസക്കൊക്കെ കുറച്ച് ടൈറ്റാണ്. ഞങ്ങൾ പുതിയൊരു ഫാക്ടറി ലോഞ്ച് ചെയ്തൊരു 10-30 കോടി റുപ്യ ഞങ്ങൾ ചിലവാക്കി. അതിനോട് ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ. ഞാൻ എപ്പോഴും പറയും ഇവനോട്, പൈസ ചിലവാക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് എല്ലാ ഭാഗവും ചിന്തിച്ചിട്ടേ നമ്മൾ അതിന് പണം ചിലവാക്കാൻ പാടുള്ളൂ എന്ന്. അത് തന്നെയാണ് എൻ്റെ മന്ത്രം ഇവനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് വലിയൊരു സന്തോഷമുണ്ട്, വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും എൻ്റെ വൈഫിന് വരാതിരുന്നുണ്ട്. വൈഫ് സുഖമില്ല, 15 ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്ത് പനി ജാസ്തിയായിട്ട്. അതുകൊണ്ട് അവൾ ഇങ്ങനെ ഹൗസ് കസ്റ്റഡിയിലാണ് ഞങ്ങളെ. അതുകൊണ്ടാണ് വരാത്തത്. ചിലപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. ശരി, എല്ലാവർക്കും സന്തോഷം. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയതിന്. RG ഉപയോഗിക്കാത്ത ആൾക്കാർ RG ഉപയോഗിക്കുക. എല്ലാവരും RGയുടെ പേജ് ഫോളോ ചെയ്യുക. RG ഫുഡ്സ് ഒഫീഷ്യൽ. വിഷ്ണു RGയും ഫോളോ ചെയ്യുക. കീപ്പ് ഇൻ ടച്ച്. ആർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും 24/7 വിളിച്ചാൽ എന്നെ കിട്ടില്ല. 24/7 എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാലോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും ഞാൻ റെസ്പോണ്ട് ചെയ്താണ്. താങ്ക് യു സോ മച്ച്. വളരെ ഭംഗിയായി അദ്ദേഹം ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തു അല്ലേ? പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം എന്നുള്ളതിനെക്കുറിച്ച്